പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. പുതുവത്സരത്തിന്റെ 2-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് തന്ന വാഗ്ദത്തം ഓർമ്മയുണ്ടോ? യാചിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, കണ്ടെത്തും; മുട്ടുവിൻ, തുറക്കപ്പെടും. ഇത് യേശു പറഞ്ഞ അത്ഭുതകരമായൊരു വാഗ്ദത്ത വാക്കാണ്. ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എന്തു ചോദിക്കണം, എങ്ങനെ ചോദിക്കണമെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ചോദിച്ചാൽ തീർച്ചയായും അത്ഭുതം നടക്കുന്നതാണ്. അതിരിക്കട്ടെ, ഇതൊരു പുതിയ സ്ഥലമാണല്ലോ, ഏതാണ് ഈ സ്ഥലമെന്ന് ചോദിക്കുകയാണോ? ഇസ്രായേൽ ദേശത്തിന്റെ വടക്കുഭാഗത്തായി ദാൻ ഗോത്രം വസിച്ചിരുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്തിന്റെ പേര് ബനിയാസ് എന്നാണ്. ഫിലിപ്പിന്റെ കൈസ എന്ന് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കൂടെ അവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഇത്രയും ദൂരം കഷ്ടപ്പെട്ടാണ് എത്തിയത്. ഇവിടെയാണ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആരാ എന്ന് പറയുന്നതെന്ന് ചോദിച്ച് പത്രോസിനോടാണ് ചോദിച്ചത്. പത്രോസ് പറഞ്ഞു, നീ ദൈവപുത്രനായ ക്രിസ്തുവാകുന്നു, പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി എന്ന് യേശു പറഞ്ഞില്ലേ? ആ സ്ഥലമാണ് ഇത്. ഇതാണ് യോർദാൻ നദിയുടെ ഉത്ഭവസ്ഥലം എന്ന് പറയപ്പെടുന്നത്. ഹെർമോൻ നദിയിൽ നിന്നും യോർദാനിലെത്തി ഇവിടെയാണ്. കണ്ടോ, ഇപ്പോഴും വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഗലീല കടലിൽ പോയി ചേരുന്നു. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന വാക്യം എന്താണ്? 1 ശമൂവേൽ 1-ാം അധ്യായം 17-ാം വാക്യം. നീ ദൈവത്തോട് കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. ഏതോ ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? ഹന്ന എന്ന സ്ത്രീ കുട്ടികളില്ലാതെ മനസ്സ് വളരെയധികം വേദനിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ചെന്ന് കണ്ണുനീരോടെ നിലവിളിച്ച് മനസ്സ് തകർന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉടനെ തന്റെ ദാസൻ മുഖാന്തരം ഉത്തരം നൽകുന്നു. ഇസ്രായേലിന്റെ ദൈവത്തോട് അപേക്ഷിച്ച അപേക്ഷ പ്രകാരം നിങ്ങൾക്ക് സാധ്യമാക്കി തരും. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനു വേണ്ടി ചോദിക്കുന്നുണ്ടല്ലേ? ദൈവം അത് നിറവേറ്റും. യാചിപ്പിൻ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ യേശു നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ അത്ഭുതം ചെയ്ത് സന്തോഷിപ്പിക്കും. ഹന്നയെ ദൈവം കടാക്ഷിച്ചു. അത് മുഖേന ഒരു കുഞ്ഞിനെ കൊടുത്തു. ഞാൻ യഹോവയോട് ഒരു കുഞ്ഞിനു വേണ്ടി അപേക്ഷിച്ചു, യഹോവ എന്റെ നിലവിളി കേട്ട് ഒരു കുഞ്ഞിനെ തന്നു എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതേപോലെ നിങ്ങളും ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തു വേണമെന്ന് വ്യക്തമായി ചോദിക്കൂ. ഹന്നയെന്ന് വളരെ കൃത്യമായ വ്യക്തമായ ഒരപേക്ഷ സമർപ്പിക്കുന്നു. എനിക്കൊരാൺകുഞ്ഞിനെ തന്നാൽ അവനെ ഞാൻ അങ്ങേക്ക് തന്നെ സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് വ്യക്തമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ചോദിക്കൂ, നിങ്ങൾക്കത് സാധ്യമാകും. ജോലിയാണോ? കുഞ്ഞിനു വേണ്ടിയാണോ? മക്കളുടെ വിവാഹകാര്യമാണോ? ബിസിനസിന്റെ കാര്യമാണോ? പഠിപ്പിന്റെ കാര്യമാണോ? എന്താണ് ആ കാര്യം? വ്യക്തമായി ചോദിക്കൂ, അത് നിങ്ങൾക്ക് നൽകപ്പെടും. ഹന്നയെപ്പോലെ വിശ്വാസത്തോടു കൂടി ചോദിക്കൂ. വ്യക്തമായി, കൃത്യമായി, തെളിവായി ചോദിക്കൂ. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നിങ്ങൾ തീരുമാനിച്ചുവോ, ഈ വർഷം ദൈവത്തിൽ നിന്ന് ഇന്ന കാര്യം ലഭ്യമാകണം, ഇന്ന കാര്യത്തിൽ ദൈവം എനിക്ക് അത്ഭുതം ചെയ്യണം എന്ന് തീരുമാനിച്ചുവോ? ആ തീരുമാനത്തോടെ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാമോ? അപ്പോ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കൂ. കർത്താവേ, യാചിപ്പിൻ, നിങ്ങൾക്ക് കിട്ടുമെന്ന് വാക്ക് തന്നുവല്ലോ. ആ വാഗ്ദത്തത്തിന് സ്തോത്രം പറയുന്നു. ഹന്ന ചോദിച്ച ഉടനെ ആ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചുവല്ലോ. ഞാനും ഇസ്രായേലിന്റെ ദൈവമാകുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അങ്ങയോട് അപേക്ഷിക്കുന്നു. എനിക്ക് ഈ കാര്യത്തിൽ ഉടനെ ഒരു അത്ഭുതം ചെയ്യണമേ. നിന്ദയെ മാറ്റണേ, ആവശ്യങ്ങളെ നിറവേറ്റണമേ, വഴികൾ തുറന്നു തരണമേ, തടസ്സങ്ങൾ മാറ്റണമേ, ഒരു അത്ഭുതം ചെയ്യണമേ എന്നീ മകനും മകളും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ കാര്യത്തിൽ ഇന്ന് തീർച്ചയായും അത്ഭുതം ചെയ്ത് സന്തോഷിപ്പിക്കണേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ലഭ്യമാക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ